ക്ലാസ് മെത്തേഡിൽ എങ്ങനെയാണ് ദിസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് എന്താ പറയുക, സാമ്പിൾ. എന്തോ ഒരു എറർ വരുന്നുണ്ട്. ഓക്കെ, സോറി. ക്ലാസ് സാമ്പിൾ. ഇതിലൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും നെയിം, ദിസ് ഡോട്ട് നെയിം. ഇതൊക്കെ നോർമൽ, നിങ്ങളൊരു ക്ലാസ് എങ്ങനെയാണ് നോർമൽ ക്രിയേറ്റ് ചെയ്യുക, സെയിം സാധനം. കൺസ്ട്രക്ടർ ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സാമ്പിൾ എന്ന ക്ലാസ്സിൽ ഒരു എന്താ പറയുക, ഡെമോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് എന്താ പറയുക, ദിസ് ഡോട്ട് നെയിം, ഇത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ ഈ ദിസ് ഏതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കോൺസ്റ്റ് സാമ്പിൾ ഈക്വൽ ടു ന്യൂ സാമ്പിൾ, ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു സാമ്പിളിൻ്റെ. അത് നെയിം കൊടുക്കണം. നെയിം ഞാൻ ശിവാന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഡെമോ എന്ന് പറഞ്ഞ മെത്തേഡ് അതിൽ വിളിച്ചു, ഇൻവോക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കിത് ശിവാന്ന് കിട്ടി. ശിവാന്ന് പ്രിന്റ് ചെയ്തത് ഏതാണ്, ദിസ് ഡോട്ട് നെയിമാണ്. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചുകൂടി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നെയിം ഒന്നുകൂടി റീറൺ ചെയ്യാം. അപ്പം നെയിം ശിവ, ഈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ദിസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്ന ടൈമിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ല, ഐ മീൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് അത് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ വരും. തൊട്ട് മുമ്പ് ഞാൻ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ്റെ പറഞ്ഞില്ലേ, ആ സെയിം ഇതുപോലെ തന്നെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. ഈ ഒബ്ജക്റ്റിലേക്ക് പ്രോപ്പർട്ടി അസൈൻ ചെയ്യും, അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിലേക്ക് കൊടുക്കും. എന്നിട്ട് ഡെമോയിൽ നമ്മൾ ദിസ് എന്ന് ഇവിടെ വിളിക്കുന്ന ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം വേറെ ഇതിൻ്റെ ഉള്ളിൽ ദിസ് എന്ന് ഇവിടെ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ദിസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്, അതിലെ ഒബ്ജക്റ്റ്. ഓക്കെ,